ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വീട്ടിലുണ്ടായ മത്തങ്ങക്കുട്ടന്മാരുടെ വിശേഷം ഇട്ടിരുന്നത്. അന്ന് ഞാൻ കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും റെസിപ്പി മത്തങ്ങ വഴി അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതുപോലെ എന്നെ കൊണ്ട് പറ്റണ പോലെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആകെ 2-3 പേര് കമൻറ്റ് ചെയ്തോളൂ. അവർ പറഞ്ഞത് മത്തങ്ങയുടെ പായസം വയ്ക്കാനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മത്തങ്ങക്കുട്ടനെ ഞാൻ പായസമാക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. മത്തങ്ങേനെ ഞാനിവിടെ മുറിക്കാണ്. ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കണം. മത്തങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞാണ്ട് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിനെ മുറുക്കിയെടുക്കാം. മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഞാൻ ചെറുതായി നുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ടാണ് ഇത് വേവിക്കണത്. കുക്കറിലേക്ക് ഇതൊക്കെ പെറുക്കിയിടാം. ഇങ്ങനെ വേവാൻ വേണ്ടി തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലിൻ്റെ കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് അടുപ്പത്തേക്ക് കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 അല്ലെങ്കിൽ 3 വിസിൽ വരെ ഇത് കേൾപ്പിക്കാം. ഇപ്പോൾ 2 വിസിലടിച്ചപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉടച്ചു കൊടുക്കണം നല്ലോണം. മത്തങ്ങ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 2-ാമത്തെ പാല് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 2-ാം പാലാണ് ഞാൻ ഒഴിക്കണത്. ഈ മത്തങ്ങയുടെ ഇത് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് നല്ലോണം കൂട്ടി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കട്ടകളൊക്കെ മാറിയിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ശർക്കരയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് തുടങ്ങിയുണ്ട്. ഇനി ശർക്കരപ്പാനി ഉരുക്കിയത് അരിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കര നല്ലോണം തിളയ്ക്കണുണ്ട്. ഇതിനി കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തേങ്ങയുടെ ആദ്യത്തെ പാല് ഇതിലൊഴിച്ചു കൊടുക്കുക. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. അരിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തള നിൽക്കുമ്പോൾ തേങ്ങയുടെ ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കുക. തളയൊക്കെ നിന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ചുക്കും ഏലക്കായും കൂടി പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. നെയ്യിൽ വറുത്ത് വെച്ച കശുവണ്ടി, കിസ്മിസ്, തേങ്ങയുടെ കൊത്ത്, ഇതൊക്കെ ഉണക്ക തേങ്ങയുടെ കൊത്ത്, ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ അടിപൊളി മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മത്തങ്ങയൊക്കെ കിട്ടാൻ എളുപ്പമല്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.